ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഡബ്മാഷ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ എൻ്റെ സ്ക്രീനിലായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഐക്കൺ കാണാൻ കഴിയും. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് മുകളിൽ വെക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡയലോഗ് അതിൽ ഡബ് ചെയ്ത് നിങ്ങൾക്ക് അത് വീഡിയോ ഷെയർ ചെയ്യാം. ഫേസ്ബുക്കിലും മറ്റും ഇപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ഇതേ രീതിയിൽ ഈ ആപ്ലിക്കേഷൻ വെച്ച് ഷെയറിങ് ചെയ്യുന്നുണ്ട്. അപ്പം അത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. പല സുഹൃത്തുക്കൾക്കും ഈ ആപ്ലിക്കേഷൻ അറിയാം, എങ്കിലും ഇത് ഈ വീഡിയോ അറിയാൻ വയ്യാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ പേജ് ലൈക്ക് ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അവർ ചോദിക്കും, ലാംഗ്വേജ് ഒക്കെ ചോദിക്കും. അതൊക്കെ നിങ്ങൾ തന്നെ സ്വയം ഫില്ല് ചെയ്ത് കൊടുക്കുക. ചെയ്ത് കഴിഞ്ഞ് ഓപ്പൺ ആകുമ്പം അതിൻ്റെ ഇൻ്റർഫേസ് ഇതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ കാണാൻ കഴിയുക. ഇനി ഇതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇതിൽ നിങ്ങൾക്ക് പ്ലേ എന്നുള്ള ഭാഗത്ത് ആദ്യത്തെ കുറച്ച് ഇത് കാണും, ഒരു ഇതേപോലെ ആയിരിക്കും. അതിന് ഇനി നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് തിരഞ്ഞെടുക്കുന്നത്. മേളിലായിട്ട് ഇപ്പം ഒരു ലെൻസ് ചിഹ്നം, ഒരു സെർച്ച് ബാർ ഉണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ഇവിടെ തമിഴ് എന്ന് ടൈപ്പ് ചെയ്തു. ഇനി ഞാനതൊന്ന് സെർച്ച് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം സെർച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ഫോണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ ഒരു ലിസ്റ്റ് വരുന്നത് വരെ. ഫോണിനും അതേപോലെ നെറ്റിനും അത്യാവശ്യം സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. എൻ്റെ നെറ്റ് കഴിയാറായി. അതേപോലെ ഫോണ് ഒരുപാട് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ആകുന്നത് കൊണ്ടും സ്ക്രീൻ റെക്കോർഡർ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അല്പം സ്ലോ ആയിട്ട് ഇത് ലോഡായി വരും. എങ്കിലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ തമിഴ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം വന്ന ലിസ്റ്റാണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിലായിട്ട് കാണാൻ കഴിയുന്നത്. തമിഴ് സിനിമ സംബന്ധമായ ഒരുപാട് ലിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കണമെങ്കിൽ സൈഡിൽ പ്ലേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒരെണ്ണം ഞാനൊന്ന് പ്ലേ ചെയ്യാൻ പോവുകയാണ്. ഇപ്പം വിജയ് മാസ് എന്ന് പറയുന്ന ഈ ഒരു സൗണ്ട് ഒന്ന് പ്ലേ ചെയ്യുകയാണ്. ഇപ്പം ഞാൻ പോക്കരി എന്നുള്ളത് പ്ലേ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് അത് പ്ലേ ആയത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഞാൻ ആ ഒരു പോക്കരി എന്നുള്ള ആ ഒരു ഫയലിൽ ആ നെയിമിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഇപ്പം ഇവിടെ ലൈറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നം കൊണ്ട് അത്ര ക്ലിയർ അല്ല, എങ്കിലും ഞാൻ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. കാരണം ഞാനിപ്പം വീഡിയോ പ്ലേ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, ഇത് സ്റ്റാർട്ട് കൊടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ റെക്കോർഡിങ് സ്റ്റോപ്പ് ആവും. ഞാനിപ്പോൾ 1-2 പ്രാവശ്യം ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നടന്നില്ല. ഇപ്പോൾ സ്ക്രീനിൻ്റെ വലത്തെ സൈഡിലും മുകളിലായിട്ട് ഒരു സ്ക്വയർ ബോക്സ് പോലെ ഒരു ഇത് കാണാം, ചിഹ്നം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് ക്യാമറ ഓൺ ആകും. ഇപ്പം ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആകാൻ ഒന്നും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഓഡിയോ പ്ലേ ആകും. ഒപ്പം നിങ്ങൾ അതിന് ലിപ്പ് കൊടുത്താൽ മതി. നിങ്ങൾ അതിന് അനുസരിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അത് റെക്കോർഡാകും, നിങ്ങളുടെ ഫേസ് ക്ലിയർ ആയിട്ട്. അതിനുശേഷം രണ്ടാമത് ഇത് ഈ ഒരു ഫുള്ള് ലോഡായി കഴിഞ്ഞതിന് ശേഷം, ഇത് മുഴുവനും ഇവരെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അടുത്ത ഒരു പേജിൽ വീഡിയോ പ്രോസസ്സിങ് കാണിക്കും. അത് പ്രോസസ്സായി കഴിഞ്ഞ് ഈ റൈറ്റ് സൈഡിൽ മേളിലായിട്ട് തന്നെ മറ്റൊരു ആരോ അവിടെ തെളിയും. നിങ്ങൾക്ക് ഒപ്പം ആ വീഡിയോ പ്രോസസ്സിങ് ആയ വീഡിയോ നിങ്ങളുടെ വോയിസ് നിങ്ങൾ
റെക്കോർഡ് ചെയ്ത ആ വീഡിയോ വിത്ത് ഈ ഡബിങ്ങോടുകൂടി നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അത് കഴിഞ്ഞ് ആ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പേജ് വരും. അതിൽ നിങ്ങൾക്ക് ഈ വീഡിയോ, നിങ്ങൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ഫേസ്ബുക്കിലേക്കും വാട്സാപ്പിലേക്കും ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും താഴെയായിട്ട് ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നിങ്ങൾ ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യുക. ഞാനിപ്പം ഈ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നില്ല, കാരണം അപ്പം എൻ്റെ സ്ക്രീൻ റെക്കോർഡർ ഓഫ് ആകാൻ ചാൻസ് ഉണ്ട്. ഞാൻ അതുകൊണ്ട് ബാക്ക് അടിച്ച് ഇറങ്ങിയിട്ട് ഞാൻ ഗ്യാലറിയിൽ സേവ് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിക്കാം. ഇപ്പം ഞാനിനി ഗ്യാലറിയിൽ സേവ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു വീഡിയോ ഞാനിപ്പം നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിക്കാം. அதாவது என் பக்கம் திரும்பிச்சு நான் உன்னை சுட்டுவேன். കണ്ടില്ലേ? ഇതേപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീഡിയോസ് ഡബ് ചെയ്ത് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം ലൈക്ക് ചെയ്യുക വീഡിയോ. എൻ്റെ പേജ് ലൈക്ക് ചെയ്താൽ ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങളുടെ ഫേസ്ബുക്കിൽ ലഭിക്കുന്നതായിരിക്കും. വിഷ്ണു ബാബു എന്ന് അടിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒപ്പം മറ്റൊരു നല്ലൊരു ആപ്ലിക്കേഷനുമായിട്ട് വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.